നമ്മുടെ കിണ്ടലെന്ന് അടിവയറ്റി പ്രയോഗിച്ചപ്പോ തത്ത പറയുന്ന പോലെ അല്ല, താറാവ് പറയുന്ന പോലെ പറഞ്ഞു. അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം ഡോക്ടറെ. ஐயா என்ன விஷயம்? நான் ஒரு பாவம் டாக்டர் ஐயா. என்னையா? வலத்தோட்டு நீங்கி நிக்கடா. சரிங்க ஐயா, என்ன ஒன்றும் செய்யாதுங்க. உங்க 300 மாட்டை ஊசி போட்டு கொண்டு தாத்தாயா. ஆனா அந்த சாமியார் சொல்லிட்டு தான் நான் செஞ்சது. மன்னிச்சிடுங்க. பெல்லாரி ராஜா, ബെല്ലാരി രാജ അല്ലടേ, എല്ലൂരി രാജ. നിന്റെയൊക്കെ എല്ലുകളൂരാൻ വന്ന രാജ. എന്തൊരു ഡായ്. ആദ്യം അടി, അതിനപ്പുറം പ്യാച്ചി. நான் செஞ்சது தப்பு. இனிமே நான் ஒண்ணு செய்ய மாட்டேன். മാറ്റാനായിട്ട് നീ ഉണ്ടായിട്ട് വേണ്ടടാ അണ്ണാച്ചി ചാമിയാർ. അപ്പൊ പ്രതീക്ഷിച്ച പോലെ തന്നെ കൊച്ചുമുതലാണ് ശുദ്ധികലശം തുടങ്ങിയല്ലേ? അമ്മ പുറത്തേക്ക് ഇറങ്ങിയതോ അതോ ഇറക്കി വിട്ടതോ? രണ്ടായാലും അമ്മയുടെ ഇഷ്ടം. പക്ഷെ ഈ മകൾക്ക് ഇഷ്ടം ഇന്നു മുതൽ ഇവിടെ താമസിക്കാനാ. കർപ്പൂരം കത്തിച്ച് കോടി പൊതച്ച് ഈ ഉമ്മറത്ത് മലന്ന് കിടക്കാനാണ് മഹാറാണിക്ക് ഇങ്ങോട്ട് കയറാം. കർപ്പൂരം കോടിമുണ്ടും ഇവക്ക് മാത്രമല്ല, നിനക്ക് നന്നായി ചെയ്തു. നോക്കി നിൽക്കാതെ അടിച്ചോടിക്കണം എല്ലാത്തിനെയും. കന്നന്തിരികളെ കാണിക്കാതെ തള്ളകളും പിള്ളകളും തമ്മിൽ തർക്കങ്ങൾ പതിവനെ എന്ന് വെച്ച് തള്ളയെ പിടിച്ച് തള്ളണോടെ. ഇവിടെ കയറി വന്ന് ന്യായോ അന്യായം പറയാൻ നമ്മളാരാണാവോ? നമ്മൾ വെറും വഴിവാക്കര്. പക്ഷേ മൊട കണ്ട എടപെടുവണ്ണ. அது தான் என் பாஸுக்கு பிலோசபி. ஒரு மொட கண்ட லடி கண்ட ലടപെടും. അയ്യോ കാര്യങ്ങൾ പറയുമ്പോ കൊട്ടിക്കളിച്ചാലോ. ദാസപ്പ തർക്കങ്ങൾ തീക്കാൻ വന്നവരെ തല്ലി പുറത്താക്കുന്നത് ശരിയാണ് അണ്ണ.
വേണ്ട തള്ളി പുറത്താക്കാം പിടിച്ച് പുറത്തേക്ക് തള്ളടാ നേരെ കൊലവിളിക്ക് പിടി, തള്ളാടെ, ചത്തോടെ, ദേ. പുറോട്ട് പോയാൽ വന്നോട്ട് തന്നെ എത്തുമെന്ന് തോന്നുന്നു. തള്ള എന്തൊരു തള്ളാട്ടം. ഔ വക്കീലെത്തി സമാധാനമായി. എന്തു പറ്റി കുഴപ്പമല്ലോ? അങ്ങനൊന്നുമില്ല, വന്നിറങ്ങേണ്ട ഒരു പരിചയപ്പെടല്. ദേ അവരുടെയൊക്കെ സഹായം കൊണ്ട് അണ്ണന്റെ കൂളിംഗ് ഗ്ലാസ് എങ്ങനെയോ ഏണ് കയറിപ്പോയി. ദേ അവിടെ കിടന്ന് ആർന്ന കണ്ട രണ്ടെണ്ണം കറുത്തിട്ട്. ചെൽവം, എന്ത് പോക്കൃതരമാണ്ടോ താനീ കാണിച്ച്? ഈ മുറ്റത്ത് കയറി വരുന്നവനോട് എങ്ങനെ പെരുമാറണമെന്ന് എനിക്കറിയാം. അത് കയറി വരുന്നതിന്റെ വലിപ്പം അറിഞ്ഞിട്ട് മതി. ഈ നിൽക്കുന്ന ആരാണെന്ന് അറിയാമോ? ബെല്ലാരി രാജ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് രാജരത്നമുള്ള സാറിന്റെ സകല സ്വത്ത് സമ്പാദ്യങ്ങളുടെയും അവകാശം. അത്താണ് നറുക്കിച്ച വക്കീല് പുലിയാണ് കേട്ടാ. അപ്പൊ എങ്ങനെയാണ് വക്കീലെ കാര്യങ്ങളെ കിടപ്പുകള്? എവരെ കാരി എന്തരി എങ്ങനെ? ഇത് രാജരത്നമുള്ള സാറിന്റെ മകൻ രാജസെൽവം. തന്നെ യവൻ പുലിയാണ് കേട്ടാ. ഞാൻ പുലിയാണോ പോത്താണെന്നൊക്കെ അധികം വൈകാതെ തന്നെ നീ അറിയും. ഓ പക്ഷെ ചെല്ല ഒരു ചെറിയ കാര്യമുണ്ട്. ഇതിന്റെ രണ്ടിന്റെ പുറയിൽ ഞാൻ നടക്കണ ഒരു സാധനം ഉണ്ട് കേട്ടാ. വാല് വാല്. എന്നിട്ട് പറ വക്കീലെ. ഇത് മകൾ റാണിരത്ന. തന്നെ ഇത് മുത്തുലക്ഷ്മി അമ്മ, രാജരത്ന സാറിന്റെ. ഞാൻ വർഗീസ്, ഇവിടത്തെ കാര്യസ്ഥന. എന്നാ ഇനി കാര്യങ്ങളൊക്കെ കാര്യസ്ഥനോട് പറയാമല്ലേ? ചുമ്മാ വരി. ഈ പടകളൊക്കെ ഇവിടെ തന്നെ വെറുതെ. അമ്മ ഈ വീട്ടിലാ, ബാക്കിയുള്ളവരൊക്കെ വേറെ വേറെ. തള്ളെ പിന്നെ എന്തിനീ പുകലികൾ അത്രയും? വക്കീലെ കാര്യങ്ങൾ അങ്ങനെ തന്നെ നടക്കട്ടെ. വയനാട് അങ്ങനെ തന്നെ നടക്കട്ടെ. അത്താണ് വൈനോട്. അപ്പൊ നേരം കളയാണ്ട് അടുത്ത മഴയ്ക്ക് മുമ്പ് എല്ലാരും അവനവന്റെ കൂരയ്ക്ക് പോയി ചേരി. എല്ലാരും പിരിഞ്ഞു പോയി. എല്ലാവരും പിരിഞ്ഞു പോകണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആകാശത്തേക്ക് വെടിവെക്കേണ്ടി വരും. എല്ലാരും മാറണം, എല്ലാരും പിരിഞ്ഞു പോണം. പോടേ പോടേ പോടേ. വന്നാണ് കേക്കട്ടെ. നിനക്ക് എങ്ങനെടേ ഇതിനൊക്കെ മാസക്കൂലികൾ തന്നെ? அது வந்து ஒரு அடிக்கு 75 ரூபாய் வாங்குறேன். ஆஸ்பத்திரி செலவெல்லாம் தனி. അത് ശരി. ഞങ്ങൾ ഇനി പൈസ ഒന്നും വാങ്ങൂല കേട്ടാ. കൊടുക്കുന്ന അത്തിരിയും ഫ്രീ. വർക്കിച്ച ஐயா ആ ഇപ്പോഴാണ് എല്ലാം ഓക്കെ ആയത്. ഈ വാളെടുത്താൻ വാളാലെന്ന് പറഞ്ഞ പോലെ കൂളിംഗ് ഗ്ലാസ് എടുത്താൽ കൂളിംഗ് ഗ്ലാസ്. എന്താ സർ, എന്താ ഉണ്ടായത്? എന്റെ കനകാമ്പര എവിടെ? ആരാ എന്റെ കുട്ടി? അങ്ങനെ വിഷമിക്കാൻ മാത്രം ഒന്നും ഉണ്ടായിട്ടില്ല. ആ കുട്ടിക്ക് ഒന്നും പറ്റിയിട്ടില്ല. അകത്ത് ഓഫീസ് മുറിയിൽ ഇരിപ്പുണ്ട്, അങ്ങോട്ട് ചെല്ലേ. അത് ശരി. അപ്പൊ ഈ പെണ്ണിന്റെ കുട്ടിയാണല്ലേ ലാ കുട്ടി? തള്ളേ ഇനി ഇത്രയും വലിയ മോളാ? മോളല്ല, അനീത്യ. ഈ കുട്ടികളുടെ കാര്യത്തിൽ രാജരത്നപിള്ള സാറിന് വേറൊരു സെന്റിമെന്റ്സ് കൂടെ ഉണ്ടായിരുന്നേ. പണ്ട് പിള്ള സാറിന്റെ വളർത്തുമകൻ മാണിക്കും ഇവരുടെ ആങ്ങളച്ചക്കനെ കളിക്കളത്തിലിട്ട് തല്ലിക്കൊന്നിട്ട് നാട് വിട്ടുപോയി എന്നാണ് കേട്ടുകേൾവി. വെറുതെ കരഞ്ഞാലോടിക്കണെന്തിന്? സാറേ ആ മരുവൻ സാറെ ഒന്ന് ഞാൻ വിളിക്കും. വിളിപ്പിക്കാൻ ഞാൻ നാടൊന്നും വിട്ടു പോയിട്ടില്ല. ആളെ കാണാനാണെങ്കിൽ ആ കൂളിംഗ് ഗ്ലാസ് അങ്ങ് എടുത്താ മതി. തള്ളേ അപ്പൊ സാറിന് അറിയാമല്ലേ കൂളിംഗ് ഗ്ലാസ് എനിക്കൊരു വീക്കിൻസ് ആണെന്ന്. എന്നെ പറ്റി പരക്കെ അങ്ങനെ ഒരു പരാതി ഉണ്ട് കേട്ടാ. അത് അസൂയ. പക്ഷെ അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. അത്താണ്. എന്തരാണ് സാറേ ഇത്? ഇങ്ങനെയാണോ പുള്ളാളെ പഠിപ്പിക്കണത്? What the bloody hell you mean? I know what to do. അയ്യോ. You mind your own business. രായോട്ടെ ഇവൻ തുടങ്ങി Mr. കേട്ടോ. Ramesh, you know what you did. But for now, just answer the questions when asked. As you may know that he is the chairman of this institution and has the rights and power to ask, so that makes it our business. And you bloody well don't forget that. അത്താണ് ദാറ്റ്. ഇപ്പൊ എങ്ങനെയുണ്ട്? അതുകൊണ്ട് സാറേ ഇതുപോലെ ഇംഗ്ലീഷുകളെല്ലാം പറഞ്ഞ് നേരം കളയാതെ നമുക്കിപ്പോ ഉണ്ടായ ഈ പ്രശ്നത്തിന്റെ കച്ചവടം കണ്ട് ഉറപ്പിക്കാം. ആയിരിക്കും കുറഞ്ഞൊന്നും വേണ്ട, കൂടിയൊന്നും വേണ്ട. ഒരു തെറ്റൊക്കെ അത് പോത്തിയാവായിരിക്കും പറ്റും. അതുകൊണ്ട് സാറ് നല്ല പച്ച മലയാളത്തിൽ ആ കുട്ടിയോട് ഒരു ചെറിയ മാപ്പങ്ങാട്ട് പറഞ്ഞേക്ക്. ഇത്തിരി പോലും പോന്ന കുഞ്ഞല്ലേ. എന്റെ ജോലി പഠിപ്പിക്കില്ല. ആ പണിയെടുക്കുമ്പോ ചിലപ്പോ കയ്യോ കാലോ തട്ട് മുട്ടും ചെയ്യുന്നൊക്കെ വരും. അതിന് മറ്റേ അർത്ഥം കണ്ട് കണ്ണീരൊലിപ്പിക്കുന്നത് അവളുടെ മനസ്സിലിരിപ്പതായതുകൊണ്ടാ. അതിന്റെ പേരും പറഞ്ഞ് പള്ളിക്കൂടം പോലും കാണാത്തവന്മാര് കേറി വന്ന് മാപ്പ് കോപ്പ് എന്നൊക്കെ ആജ്ഞാപിച്ചാൽ അതനുസരിക്കാൻ രമേശത്തിന്റെ പാട്ടി പാട്ടി വരും.
മനസ്സിലായിട്ടേ ഉള്ളേ. കന്നന്തിരികള് കാണിച്ചിട്ട് പള്ളിക്കൂടം കാണാത്തതിനോട് നിയമം പറഞ്ഞു. നീ എന്തിനു പറഞ്ഞത്? മാപ്പ് പറയാൻ നിന്റെ പട്ടി വരുമെന്ന. എങ്കിൽ കൊണ്ടി വരേണ്ട പട്ടിയെ കൊണ്ട് മാപ്പ് പറഞ്ഞിട്ട് മതി നിന്റെ വാത്തേരുവണി. ഹെഡ്മാസ്റ്ററെ ഇവിടെ ഉണ്ട് സർ. അവന്റെ കൂടെ എന്തെല്ലാം എഴുതി വാങ്ങിക്കാണ്ടോ അതെല്ലാം എഴുതി വാങ്ങിച്ചിട്ട് അവൻ എന്തെല്ലാം കൊടുക്കാനുള്ള അത് കൊടുത്തും വെച്ച് അവനെ പിരിച്ചുവിട്ടേക്ക്. ഇതാടതാണ് സർ. അവൻ പട്ടിയെ കൊണ്ട് ഇനി അച്ചിരി വിലം പിടിച്ചോട്ടെ. പിന്നെ എവിടെടാ ബെല്ലാരി രാജ? ഞാൻ ഇവിടെ ഉണ്ട് സാറേ. ഒന്ന് ഇറങ്ങണം. എന്തൊരു സാറേ കാര്യം? കാര്യം പറഞ്ഞാലേ നീയൊക്കെ ഈ പേടത്തിന്ന് ഇറങ്ങൂ. കാര്യങ്ങൾ പറഞ്ഞാലും ഇറങ്ങും, കാര്യങ്ങൾ പറയാനും ഇറങ്ങും. ഇപ്പൊ ഞാൻ വേറൊരു കാര്യത്തിന് വേറൊരു വഴിക്ക് പോവേണ്ട. തൽക്കാലം നീ ആ വഴിയൊന്ന് മാറ്റി പിടിച്ചേ. ഇപ്പോ നമുക്കൊന്ന് സ്റ്റേഷൻ വരെ പോകാം. ഏത് സ്റ്റേഷനാണ് സാറേ? റെയിൽവേ സ്റ്റേഷനാ അതാ പോലീസ് സ്റ്റേഷനാ? അല്ല, റേഡിയോ സ്റ്റേഷൻ. ഇങ്ങോട്ട് ഇറങ്ങണം. സാറ് പുലിയായിരുന്നല്ലേ? എടാ നീ ആരായി? പ്ലീസ്, എന്താ സാർ പ്രശ്നം? എന്താണ് ഇദ്ദേഹത്തിന് എതിരുള്ള പരാതി? ഒരു ഡീറ്റെയിൽസും പറയാതെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണമെന്ന് പറഞ്ഞ ഇതൊക്കെ പറയാൻ നീ ആരാ? ഇദ്ദേഹത്തിന്റെ മാനേജർ. അത് കൊള്ളാം. കള്ളനും കൊള്ളക്കാരന്മാർക്കൊക്കെ മാനേജർമാർ. മൈൻഡ് യുവർ വേർഡ്സ്. പന്നീന്റെ മോനെ പോലീസിന്റെ മുഖത്ത് നോക്കി വിരൽ കൊണ്ട് സംസാരിക്കുന്നു. അടിക്കല്ലേ സാറേ, അടിക്കല്ലേ. എവ എന്തോരോ സാറിനോട് ഇംഗ്ലീഷ് പറയും, സാറിന് പിടികിട്ടിയില്ല, അത്രയല്ലേ ഉള്ളൂ. ഡേടേ, ഇനി മേലെ എന്റെ കൂടെ ചോദിക്കാൻ സാറിനോട് ഇംഗ്ലീഷ് പറഞ്ഞാലുണ്ടല്ലേ അമ്മച്ചാണ് ചട്ടുവം പിടിപ്പിച്ച് ചന്തിയിൽ വെച്ചാലും കേട്ടാ. പോയി 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 പോടാ. ചീള് പല്ലി പോട്ട് സാറേ. എന്താടാ വർക്കിച്ച ഒരു 500 രൂപ എടുത്താണ്. സാറേ, സാറിന്റെ ആ വരക്കും ഷഡംബ്രയെക്കൊട്ടുള്ള നൃത്തക്കവും കണ്ടപ്പോഴേ എനിക്ക് സംഗതി കത്തിയേട്ടാ. എന്ത്? ആരേലും പറഞ്ഞു വിട്ടേരിക്കുന്നു. ജോലിയെന്തരായാലും കൂലിയാണല്ലോ പ്രധാനം. ഇത് ഞങ്ങൾ പാത്തേച്ചോടക്കാരുടെ ഒരു രീതിയാണ് കേട്ടാ. വാർത്തുകൊണ്ട് പൊത്തി കച്ചവടം ഉറപ്പിക്കല്. പിടിക്ക്, 500 രൂപയുണ്ട്. നാട്ടുകാരുടെ മുമ്പിൽ വെച്ചാൽ നീ എന്റെ കച്ചവടം ഉറപ്പിക്കല്ലടാ നിന്നെ. ഇതാണ് ഈ പേലയുള്ള ഒരു കാര്യം. പണം കൊടുക്കണന് അവിടെ വെച്ച് തന്നെ പണി കൊടുക്കണത് കണ്ണന്തിരി തന്നെ. എന്തായാലും ഒരു കാര്യം തീരുമാനമായിട്ടാ. ഒന്നിൽ സാർ എന്നെ കൊണ്ടുപോകും, അല്ലെങ്കിൽ കൊണ്ടിട്ട് പോകും. രണ്ടായാലും മാനക്കേടുകയല്ല. അതുകൊണ്ട് സാറേ നമുക്ക് പോവാം. വർക്കിച്ച വണ്ടി ഇടിക്കും. ഇതിലല്ല അതില്. തള്ളാ പിന്നെ മുട തുടങ്ങി. അതിലല്ല സാറേ, ഇതില്. നല്ല 1-ാം നമ്പർ വണ്ടിയാണ്. ലക്ഷങ്ങൾ തോനെ എണ്ണി കൊടുത്ത് വാങ്ങിച്ചാണ്. സാറുടെ കയറിക്കോളി. നമുക്ക് നല്ല കിട്ടില്ല AC എല്ലായിട്ട് കുളിരൊക്കെ കൊണ്ട് പാട്ടുകളൊക്കെ ആയിട്ട് പൊളപ്പനായിട്ട് പോവാ. വർക്കിച്ച നമ്മുടെ വണ്ടിയിൽ നെഞ്ചിനുള്ളിൽ നീയാണ്, തേനാണ്, കുളിരാണ്, ഫാത്തിമ പാട്ടുകളൊക്കെ ഇല്ലേ? പന്ന കഴിവേറിയുടെ മോനെ, നിന്നെ പോലൊരു പരമകള്ളനെ സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ തമിഴ്നാട് സർക്കാരിന്റെ പോലീസ് ചീഫൊക്കെ സെൻട്രലൈസ് AC ആക്കി വരണം. നിന്നെ ഈ സർക്കിൾ വിക്രമൻ ഈ വണ്ടിയെ തന്നെ കൊണ്ടുപോകും. ഇഞ്ഞാട്ടിക്കടാ, വലത്താട്ടിക്കടാ, വലത്താട്ടിക്കടാ പന്നി. ഇങ്ങനെ ഒരു സിനിമാക്കൾ ഇവിടെ വെച്ച് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഒരു പരാതി കടലാസുരം ചോദിക്കാൻ നിന്റെ കൂടെ കെട്ടിയെടുക്കാന്ന് വിചാരിച്ചത്. അപ്പൊ നിനക്ക് കലിപ്പിളവി. ഇനി ഞാൻ നിന്റെ കൂടെ വരണമെങ്കിൽ ആ കിടുതാപ്പുഴെല്ലാടുത്ത് എന്റെ വീടിന്റെ നടന്ന് ഈ 10 പ്രാവശ്യം കയറി ഇറങ്ങണം. ഇപ്പൊ ഞാൻ ഇറങ്ങിയത് വേറൊരു വഴിക്കാണ്. ഈ ബെല്ലാരി രാജ ഒരു വഴിക്ക് ഇറങ്ങണമെന്ന് നിരൂപിച്ച ആ വഴിക്ക് തന്നെ പോകും. അതാണ് ചീലം. ഉള്ള മസിലും പെരുപ്പിച്ച് കള്ളനും പോയാലും കളിക്കാൻ ഇറങ്ങിയിരിക്കുക അഴിക്കം.